പന്നിയുടെ കുളമ്പിന്റെ പാടാണിത്. അയ്യേ അതിന് വാലില്ല, എന്തോ വാലില്ലാത്ത കുറെ കോഴി. അപ്പം നമ്മുടെ റംബൂട്ടാൻ പറിച്ചോണ്ട് കേട്ടോ. ഇന്നലെ വന്ന റംബൂട്ടാനൊക്കെ പറിച്ചോണ്ട് പോയി. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അവർ പറഞ്ഞ് മക്കളെ എൻ്റെ മുഖം കാണിക്കല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി ചേട്ടാ എന്നാൽ വേണ്ട, കാരണം വേറെ ആളുടെ പ്രൈസ് നമുക്ക് ഇടപെടുന്ന ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത് കാണിച്ചില്ല. അപ്പോൾ ടെസ ഏതാണ്ട് അവളെ രാവിലെ കൂട്ടിലാക്കി. അവൾക്ക് രാത്രി അവൾ കിടക്കുന്നത് എൻ്റെ കൂടാണ് കേട്ടോ. രാത്രി അവൾ എൻ്റെ കൂടാണ് കിടക്കുന്നത്. രാവിലെ അവളെ കൂട്ടിലാക്കും. ഇവളിപ്പം 6 മാസമായല്ലോ കേട്ടോ. ഇവിടെ 6 മാസമേ ഉള്ളൂ. കുഞ്ഞാനുള്ള കുഞ്ഞ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ അമ്മയുടെ ചെടി കളക്ഷനാണ് കാണിച്ചത്. ഇതൊക്കെ നമ്മുടെ ചെടി കളക്ഷനാണ്. നിങ്ങൾ കുറേ പേരെങ്കിലും കണ്ടു കാണും. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ അമ്മയുടെ വേറൊരു വേർഷനാണ്. ഓക്കെ, അപ്പം അങ്ങനെ ചെറിയ ചെറിയ വീഡിയോയിലൂടെ നമുക്ക് പരസ്പരം മനസ്സിലാക്കാം എന്ത്. അപ്പം ഇന്ന് നമ്മുടെ കോഴി കളക്ഷനാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ പുറവശമാണ്. ശാന്തകുമാരി നിൽക്കുന്നുണ്ട്. ശാന്തകുമാരി, കഴിഞ്ഞ ദിവസം നമ്മൾ അമ്മയുടെ ചെടി കളക്ഷൻ കാണിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ 3 കോഴി 5 കോഴിയെ കാണിക്കാനാണ് വന്നത്. പതിയെ ആൾക്കാരിലോട്ട് നമ്മൾ ആരാണെന്ന് എന്താണെന്ന് അറിയിച്ചു കൊടുക്കുകയാണ്. അയ്യേ അതിന് വാലില്ല, എന്തോ വാലില്ലാത്ത കുറെ കോഴി. അതൊരു പൂവനാണ് ഗൈസ്. അത് പൂവനാണ്. ഇത് കണ്ടോ അത് തല വയ്യാത്ത ആ കോഴിയുടെ തല തിരിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അത് തല തിരിഞ്ഞ് പോകും. ഇത് വയ്യ, ഒട്ടും വയ്യല്ലോ. അല്ല ഇന്നലൊക്കെ നടന്നായിരുന്നല്ലോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കുറെ പേരൊക്കെ കണ്ട്. വെളുത്ത് മാറിയിക്കുക, അങ്ങോട്ടാണ് മാറിയിക്കുക. ആ ചെറിയ വീഡിയോ കുറെ കണ്ട്. ആ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കോഴിയെ കാണിച്ച് വാലില്ലാത്ത കുറെ കോഴികൾ. അമ്മ വെയിലത്താ നിൽക്കുന്നത്, മാറി നിൽക്കുക അങ്ങോട്ട്. പട്ടി പിടിച്ചോണ്ട് പോകത്തില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ കാവൽ നിൽക്കുക കോഴിക്ക്. ഇന്നാളെ ഞങ്ങളെ പറ്റുന്ന ഒരു പട്ടി കൊണ്ടുപോയി അതിനെ പുറകെ ഓടിപ്പോയി പിടിച്ചിട്ട് പോലും അത് രക്ഷപ്പെട്ടില്ല. ഇതൊക്കെ ഇവിടെ ഭയങ്കര, ഞാൻ പറഞ്ഞില്ല അന്നത്തെ പോലെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം കാടാണ്. പട്ടികൾക്കൊക്കെ വരാൻ എളുപ്പമാണ്. അപ്പം അമ്മയുടെ പണിയെല്ലാം തീർത്തിട്ട് കമ്പം വെച്ചോണ്ടിരിക്കുകയോ കോഴിയെ കയറി. പട്ടി വരുമ്പോൾ തല്ലാൻ വേണ്ടി. പിന്നെ ഭയങ്കര പിന്നെ തിരക്കാണ്. നമ്മൾ വീട്ടിൽ ജോലി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ജോലിയാണ്. പിന്നെ ഞാൻ അമ്മ ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്ന് ചുമ്മാ ഇരിക്കണം, വല്ലപ്പോഴും ചുമ്മാ ഇരിക്കണം. എപ്പോഴും പണി ചെയ്തോണ്ടിരിക്കല്ലോ, ഹെൽത്തും കൂടെ നോക്കണം. അത് വീട്ടിലോടൊക്കെ പറയാം, അവർക്ക് പണി ചെയ്തോണ്ടിരുന്നില്ല ഉറക്കം വരത്തില്ല. ഗൈസ് നമ്മുടെ ആപ്പിളാണ് ഗൈസ്. ഇത് ആപ്പിൾ മരമാണ്, കാണിക്കാൻ മറന്നുപോയി. 10 വർഷത്തിൽ ആയിട്ട് പോലും കായ്ക്കാത്ത ആപ്പിൾ മരമാണ് കായ്ച്ചത്. അമ്മ വെയിലമ്മ ഭയങ്കര വെയിലത്ത് മാറിയിരിക്കുക. അമ്മയുടെ ചേമ്പും കൂടെ കാണിച്ചു ഗൈസ്. അമ്മയുടെ ചേമ്പാണ് ഗ്രോ ബാഗില്. അമ്മയുടെ ആ ഒരു ചേമ്പും ഇതും കൂടെ കാണിച്ചേക്കാം. അമ്മയുടെ ചേമ്പാണ് ഗൈസ്. ആ ഒരു ഇതിന്റെ കയ്യിലുള്ള ബാക്കില് ഇത് അമ്മയുടെ കളക്ഷൻ. അത് കാടേതാ ചേമ്പേന്ന് അറിയത്തില്ലല്ലോ അമ്മ. ഗൈസ് അത് അമ്മയുടെ ചേമ്പാണ്. കാരണം അത് കാടിൻ്റെ സെക്ഷനിൽ നിൽക്കുന്നതുകൊണ്ട് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് നമ്മുടെ വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസമൊന്നും എല്ലാം കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ വഴികളും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ എൻ്റെ പ്ലാവൊക്കെ കാണിച്ചായിരുന്നു. പ്ലാവൊക്കെ കഴിഞ്ഞ വീഡിയോ കണ്ടതാ. പ്ലാവ് ഇതാ നമ്മുടെ പ്ലാവ് ഗ്ലാസ്. അമ്മ അത്ര ദൂരെ പോയാൽ എനിക്ക് കിട്ടത്തില്ല അങ്ങോട്ട് പോയി. ഞങ്ങൾ കുളത്തിൻ്റെ അടുത്ത് നിന്നാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. പിന്നെ ഇതെല്ലാം അങ്ങ് റബ്ബറും കരിയില്ല. ഇപ്പം അങ്ങ് റബ്ബർ അങ്ങ് വീഴുക, തൂത്ത് കുഴപ്പി. എപ്പോഴും അങ്ങ് തൂക്കണം. ഇവിടെ കരിയില കൊണ്ടാണ് വഴിയെല്ലാം നാശമായി കിടക്കുമായിരുന്നു. ഞങ്ങളുടെ വഴി മൊത്തം ഒരു മഴ പെയ്യുമ്പോഴേ വഴികളെല്ലാം നാശമായി പോകും. ക്ലീൻ ചെയ്യാനല്ല വ്ലോഗ് എടുക്കണം. ഞാൻ കരിയിലെല്ലാം കൂടെ കൂടി കിടക്കുക. അതെല്ലാം തൂത്ത് ഇത് നമ്മുടെ വീഡിയോ സെക്ഷൻ കേട്ടോ. നമ്മൾ പല വീഡിയോ നിങ്ങൾ കാണാറുണ്ട് റബ്ബർ തോട്ടം. പിന്നെ എല്ലാ വീഡിയോയിലും തന്നെ ഈ വഴികൾ കാണാം. അപ്പോൾ നമുക്ക് ഇവരെ കൊണ്ട് അങ്ങനെ ഔട്ട്ഡോർ അങ്ങനെ ഒരുപാട് പോകാൻ പറ്റത്തില്ല, കാരണം ഇവർക്കൊരു സൈനസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലേസ് മാത്രം ചൂസ് ചെയ്യുന്നത്. അവിടെ പോവും, വീഡിയോ നേരം അവിടെ പോയി പപ്പ പഠിക്കുന്നുള്ളൂ. വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ഇരിക്കുന്ന സ്ഥലം പോയി കാണിക്കാമ്മ. നമ്മുടെ വീഡിയോ ഇരിക്കുന്ന സ്ഥലം പോയി കാണിക്കാം.
ഗൈസ് നമ്മുടെ പല വീഡിയോയിൽ ഇവരിയ്ക്കുന്നൊരു പ്ലേസ് കാണിക്കുന്നുണ്ട്. അതെല്ലാം ഒരു കാറ്റത്ത് മറിഞ്ഞു വീണ അതേ നമ്മുടെ വീഡിയോയിലെല്ലാം കാണുന്നുണ്ടായിരിക്കും. ഒരു കാറ്റത്ത് മറിഞ്ഞു വീണ കമ്പായത്. ഇവിടാണ് ഇവരിയ്ക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഇരിപ്പടം. റബ്ബർ ഉണങ്ങി വീണതാണ്. പണ്ടിങ്ങോട്ട് അതൊരു വഴിയാണ്, പുറകോട്ടൊരു വഴിയാണ്. തോടെല്ലാം ഇപ്പൊ കാട് കയറിയുണ്ട്. അത് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെ എല്ലാം പന്നിയൊക്കെ ഉള്ളത് കാരണം ആരും ഒന്നും പന്നി ഇപ്പൊ കുറവല്ലേ. കളിക്കൊന്നുമില്ല. അതെ ഗൈസ്, പന്നിയുടെ കുളമ്പിന്റെ പാടാണിത് ഗൈസ്. കണ്ടോ ഇവിടെ പന്നികളൊക്കെ ഭയങ്കരമാണ്. അമ്മയുടെ പല എന്തോ പറയാമോ, പന്നി കുഞ്ഞിന്റെ പാടാ, കുളമ്പിന്റെ പാടാ. ആന്നമ്മാ ആന്ന് ഇതിപ്പോ ആന്ന് വലിയ കുറച്ചും കൂടെ താഴും. പോകാൻ ഇറങ്ങി. ഇത് പന്നിയായത്, പട്ടിയൊന്നും അല്ല ഇത്. അതിപ്പോ ഓൾറെഡി പറഞ്ഞു. വീണ്ടും വീണ്ടും ആൾക്കാർ സെയിം സാധനം പറയാം. അമ്മയ്ക്ക് എന്തോ പറയണത് പോലും അറിയത്തില്ല. പറഞ്ഞു പഠിക്കണം. എന്നെ വഴക്ക് പറയുന്നുണ്ട്. എന്തിന് എനിക്ക് പറയാത്തോണ്ട്. ഈ പനയിൽ ഇവിടെ ഇരിക്കണം. ഈ പനയൊക്കെ പോയി വൃത്തിയാക്കിയിട്ട് അവിടെ ഇരിക്കണം. ഭയങ്കര വെയില്. അവിടെ വൃത്തിയാക്കി അവിടെ പോയിരിക്കണം. പിന്നെ ആൾക്കാരിക്കും വീണ്ടും ഒരു മൊത്തം കാട് നല്ല കാഴ്ച. ഇത് മാവാണ്, പിന്നെ അത് പേരയാണ്. ഇത് മൊത്തം ഇതെല്ലാം പേരകളാണ്. ഇതെല്ലാം പേര സംഭവം എല്ലാം ആണ്. ഇത് റംബൂട്ടാൻ, അത് പേര, ഇതെല്ലാം പേരകളാണ്. വലിയ മരങ്ങളൊക്കെ ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ്. ഇത് നമ്മുടെ കോഴിയാണ് നമ്മുടെ കോണ്ടന്റ്. എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് വേണ്ടല്ലോ, കാരണം ഇവരെ ഒന്ന് ആക്റ്റീവാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കംഫർട്ടായുള്ള കുറച്ച് വീഡിയോസ് എടുക്കുക, അവരെ കംഫർട്ടാക്കുന്ന രീതിയിൽ വ്ളോഗ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. കോഴിക്കൊരു കുഴപ്പമുണ്ട്, ഓടിച്ചിടുമ്പോൾ എങ്ങോട്ടെന്നില്ല പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിലാണ്. നോടമ്മ കഴുത്ത് പോയി ആ കോഴിയുടെ വിഷയം ഉണ്ടോ, എൻ്റെ കഴുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കണ്ടോ. അപ്പോൾ നമ്മളത് ശരിയാക്കി വിടണം, ഇല്ലെങ്കിൽ അതിന് പിന്നെയും സീൻ വരും. കേട്ടോ ഇങ്ങനെ വെക്കണം, അപ്പം അതിൻ്റെ കഴുത്ത് ശരിയാവും. മനസ്സിലായോ? അതാണ് ആ കോഴി ഏറ്റവും വലിയ കുഴപ്പം. അതങ്ങനെ തന്നെ ഇരിക്കും. അത് കൊച്ചിലെ എങ്ങാണ്ടൊരു പൂവൻ പിടിച്ചിട്ട് സെറ്റായതാണ്. കൊണ്ടുവന്നപ്പോൾ എങ്ങനെയാണോ ഒരു അസുഖം വന്നു കഴിച്ചത്. അപ്പം തൊട്ട് അതിൻ്റെ കോല എങ്ങനെയാണ് എന്താ കഴുത്ത് ഞങ്ങൾ എന്തൊക്കെ ചെയ്തറിയാം. ഞങ്ങൾ പേസ് ബോർഡിലൊക്കെ വെച്ച് കറക്റ്റ് ചെയ്തിട്ട് പോലും അത് ശരിയാവുന്നില്ല. ഈ ഇടയ്ക്ക് ഒരു ഓക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ വീണ്ടും ശോകമായി. ബാക്കി കോഴിക്കോട് അടിയിലാണ് അതിൻ്റെ പകൽ സമയമുള്ള കോഴികളുടെ സ്റ്റേ. ഒരെണ്ണം മണ്ടലുണ്ട്. യെസ്, നമ്മുടെ കോഴിക്കോടിൻ്റെ ഇത് കഴിഞ്ഞു. അപ്പോൾ അതിനെന്ത് ചെയ്യും? നമ്മളിതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മളിനിയും വലിയ ആൾക്കാരോട്ടൊന്നും ആയി തുടങ്ങിയിട്ടില്ല. ഇനിയും പതുക്കെ പറഞ്ഞൊക്കെ കയറി വരണം. നിങ്ങൾക്ക് ബോറായിട്ട് തോന്നരുത്. ഇതുവരെ അപ്പം എന്തോ പേടിച്ച് പറഞ്ഞ പോലെ തോന്നുന്നു. നമുക്ക് ഇവരെ കൊണ്ട് വലിയ സംഭവം എടുപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പതുക്കെ അവർ വരുന്നേ ഉള്ളൂ. ഇത് ഇവരുടെ ചാനലാണ്, അപ്പം അതിനുവേണ്ടി അവൻ ഇങ്ങനെ നിൽക്കുന്നേ. അപ്പം ഇനിയെന്തുവാ പരിപാടി? അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വരും. അടുത്ത വീഡിയോ വരുന്നത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവും അല്ലേ ഗൈസ്? ഇത് നമ്മൾ ചെടുക്കുന്ന വെച്ചാൽ ഇവർ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി കേട്ടോ. നമ്മൾ വലിയ മറ്റേ അടിച്ചുപൊളി വ്ളോഗേഴ്സൊക്കെ നിങ്ങൾ കാണാറുണ്ട്, നല്ല നല്ല ടീംസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവരെ കംഫർട്ടാക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവരെ കംഫർട്ടാക്കി നമുക്ക് സെറ്റാവും. ഇപ്പോൾ മൂന്നാമത്തെ അല്ലേ ആയുള്ളൂ അല്ലേ ചന്തുമാരി? ആ